ഹലോ, നമ്മളിന്ന് ഷീറ്റ് മെറ്റലിലെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ട്രിഗ്നോമെട്രിയും അതുപോലെ തന്നെ മെൻസുറേഷനും ഈ രണ്ട് ടോപ്പിക്ക് നമ്മളിന്ന് കവർ ചെയ്യും. അത് നമുക്ക് ട്രിഗ്നോമെട്രി നോക്കാം. ഇത് ഇച്ചിരി മടുക്കാരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിലൂടെ മെൻസുറേഷൻ കൂടി പറയുന്നതാവും കേട്ടോ. അപ്പോൾ എന്താണ് ട്രിഗ്നോമെട്രി നമുക്കറിയാം. ട്രയാങ്കിളിനെ പറ്റി പഠിക്കുന്ന അതും അതിൻ്റെ വശങ്ങൾ, അതിൻ്റെ ആംഗിൾ, അതിനൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രം, മാത്തമാറ്റിക്സിൻ്റെ ഒരു ഭാഗമാണ് ട്രിഗ്നോമെട്രി ഇത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ട്രയാങ്കിളിനെ പറ്റി പറയണം. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 3 വശമുള്ള ആളാണ് ത്രികോണം അല്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഇതിന് വിളിക്കാം, മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ മട്ട ത്രികോണം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ എല്ലാ ആംഗിളും 90 ഡിഗ്രിയേക്കാളും കുറഞ്ഞ ആംഗിളാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഓക്കെ ആണോ. അതുപോലെ തന്നെ ഒരു ആംഗിൾ 90-നേക്കാളും കൂടിയ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി ഇത് ഒരു മാർക്കിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. 3 വശങ്ങളും തുല്യമായ ത്രികോണത്തെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ഇല്ലേ, 3 വശവും അതിൻ്റെ 3ൻ്റെ അളവ് എന്തായിരിക്കും, 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 വശങ്ങളും തുല്യമായതിന് നമുക്ക് എന്ത് വിളിക്കാം, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല 2 വശങ്ങൾ തുല്യമായതിനെ ഐസ്ലോസ്ലെസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. 2 വശങ്ങളാണെങ്കിൽ ഐസ്ലോസ്ലെസ്, 3 വശങ്ങളാണെങ്കിൽ ഇക്വിലാറ്ററൽ. എന്നാൽ ഇവ കൂടാതെ 3 വശങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ ആണെങ്കിലോ അതിനെ സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ അതൊക്കെ പഠിച്ച് ഇക്വിലാറ്ററൽ 3 വശങ്ങൾ തുല്യം, ഐസ്ലോസ്ലെസ് 2 വശങ്ങൾ തുല്യം 1 വശം വ്യത്യാസം, 3 വശങ്ങൾ വ്യത്യാസമാണെങ്കിൽ സ്കെയിലിയൻ ട്രയാങ്കിൾ എന്ന് വിളിക്കും. മട്ടത്രികോണാണെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഇത്രയും കാര്യം മിനിമം പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള നോക്കി നോക്കാം. ഉണ്ടോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ നിങ്ങൾ, ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം, മട്ടം എന്ന് വിളിക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ 3 ആംഗിൾ, അതായത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, 3 കൂടി കൂട്ടി എത്ര കിട്ടണം, 180 ഡിഗ്രി കിട്ടണം. ഓക്കെയാണോ, 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് 90 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 90 എത്ര വരിക, 90 ഡിഗ്രി അല്ലേ വരിക അല്ലേ. അപ്പോൾ ഈ രണ്ടെണ്ണം ഇതും കൂടി കൂട്ടി എത്ര കിട്ടണം, 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇയാൾ നമുക്ക് എക്സ് ആണെന്ന് വിചാരിച്ചാൽ ഇയാൾ എന്തായിരിക്കും, 90 മൈനസ് എക്സ് ആയിരിക്കും. അതാണ് ഈ ചിത്രം. ഓക്കെ ആണോ. ഇനി ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, എക്സ് അത് നമുക്കൊരു ആംഗിളാണ്. ഇപ്പോൾ ഒരു 45 ഡിഗ്രി എന്ന് എഴുതിക്കോ. ഇത് 45 ആണെങ്കിൽ ഇത് 90 മൈനസ് 45 വരും. ഓക്കെ ആണോ. അപ്പോൾ ഇത് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ എതിരെ നിൽക്കുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം, ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് വശം ഏതാണ്, ഇങ്ങനെ നിൽക്കുന്ന എ സി ആണ് ഓപ്പോസിറ്റ് വശം. ഇനി ഇങ്ങനെ നിൽക്കുമ്പോൾ നേരെ അടുത്തുള്ള ആൾക്കാരൊക്കെ, ഒരാൾ ഇയാളുണ്ട് അല്ലേ, ബി സി എന്ന് പറയുന്നത്, ഈ ബി സി എന്ന് പറയുന്ന ഇയാളുണ്ട്. മാത്രമല്ല ഇയാളും അടുത്ത് തന്നെ അല്ലേ, ഇയാളും തൊട്ടടുത്ത് തന്നെ അല്ലേ. അതായത് എ ബി എന്ന് പറയുന്ന ആളും എന്താണ്, തൊട്ടടുത്താണ്. അപ്പോൾ ഈ ബി സി എ ബി തൊട്ടടുത്താണ്. പക്ഷേ ഈ വലിയ വശം ഉണ്ടല്ലോ, അതായത് 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് നമുക്ക് എന്ത് വിളിക്കുക, കർണം എന്ന് വിളിക്കുക. എല്ലാവർക്കും അറിയുന്നതാവും, കർണം എന്ന് വിളിക്കുക. ഓക്കെ ആണോ. അപ്പോൾ ഏതാണ് അഡ്ജസൻറ്റ് സൈഡ്, ഏതാ സമീപവശം, ഇതാണ് സമീപവശം. ഓക്കെ ആണോ. ഇത്രയും കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഏതൊരു ട്രയാങ്കിളിൻ്റെയും ആംഗിളുകളുടെ ആകെത്തുക 180 ഡിഗ്രി ആയിരിക്കും. ചിലപ്പം വേണമെങ്കിൽ ഒരു മാർക്കിന് ചോദിക്കാം. എന്താണ് ട്രിഗ്നോമെട്രി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി ആണല്ലേ. ഇതെന്താണ്, ഒരു ആംഗിൾ തീറ്റ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായിരിക്കും, 90 മൈനസ് തീറ്റ എന്നായിരിക്കും. അപ്പോൾ ഈ തീറ്റയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇയാളെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സൈഡ് ഏതാണ്, ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, എ ബി. ഓക്കെ ആണോ. എ ബി ആണ് ഓപ്പോസിറ്റ് സൈഡ്. അടുത്ത് നിൽക്കുന്ന ആരൊക്കെയാണ്, ബി സി അടുത്തുണ്ട്, എ സി അടുത്തുണ്ട്. പക്ഷേ എ സി ഇതിൻ്റെ കർണാണ്, ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ കർണാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഈ ട്രിഗ്നോമെട്രിയിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യം ഇമ്പോർട്ടൻ്റ്, പക്ഷേ അതൊക്കെ പഠിക്കുക എളുപ്പമാണ് കേട്ടോ. നമുക്ക് ആദ്യം നോക്കാം എന്താണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, സൈൻ തീറ്റ ഈക്വൽ ടു, സൈൻ തീറ്റ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ കേട്ടോ. തീറ്റ എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെ പറയുന്ന ഒരു ആംഗിൾ. സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം. 2 രീതിയിലും പഠിച്ചു വെക്കുക. ചിലവർ മലയാളത്തിലായിരിക്കും പഠിച്ചു വെക്കുക, ചിലവർ ഇംഗ്ലീഷിലായിരിക്കും. എതിർവശം ബൈ കർണം. ഓക്കെ ആണോ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ബൈ കർണം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, എതിർവശം, തീറ്റയുടെ എതിർവശം ആരാ, എ ബി അല്ലേ, കർണം ആരാണ്, എ സി. അപ്പോൾ എ ബി ബൈ എ സി കിട്ടിയോ. ഓക്കെ ആണോ. ഇനി എന്താണ് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ എളുപ്പം എന്താണ്, 1/sin തീറ്റയാണ് കൊസീക് തീറ്റ. അതായത് സൈൻ തീറ്റേനെ തല തിരിച്ചിട്ട ആൾ. ഓക്കെ ആണോ. തല തിരിച്ചിട്ട ആൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസാണ്. അപ്പോൾ തല തിരിച്ചിട്ട് എന്ത് വരും, ഹൈപ്പോട്ടനസ് മുകളിൽ വരില്ലേ, ഹൈപ്പോട്ടനസ് ബൈ
ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, തലതിരിച്ചിട്ട് നോക്കാം. ഒന്ന് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ, ഇത് മായ്ച്ചു നേരെ തലതിരിച്ചിടുക. അപ്പോൾ മുകളിൽ ആര് വരും, കർണം വരും. ഓക്കെ ആണോ, കർണം വരും. അടിയിൽ ആര് വരും, ഹൈപ്പോട്ടനസ് വരും. ഓക്കെ ആണോ. ഇപ്പോൾ എതിർവശം കൈ കർണം എന്നുള്ള എന്തായി മാറും, ഇയാൾ നേരെ മുകളിലേക്ക് പോകും. കർണം ബൈ എതിർവശം എന്നാവും. നോക്കി നോക്കൂ, കൊസിക് തീറ്റ ഈക്വൽ ടു 1 സൈൻ തീറ്റ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ ആണോ. അപ്പോൾ ഹൈപ്പോട്ടനസ് ആദ്യത് എ സി ബൈ എ ബി എന്ന് വരും. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്താ പഠിച്ചത്, സൈൻ തീറ്റ ഈക്വൽ ടു എതിർവശം ബൈ കർണം. അതേപോലെ തന്നെ കൊസിക് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റനെ തലതിരിച്ചിട്ട ആൾ. ഓക്കെയാണ്, പഠിച്ചെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കേസ് കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപവശം ബൈ കർണം. ഓക്കെയാണ്, കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ ടു സമീപവശം ബൈ കർണം. ഓക്കെയാണോ, സമീപവശം ബൈ കർണം. ഇവിടെ സമീപവശം ആരാ വരിക, ബി സി ഉണ്ട്, എ സി ഉണ്ട് അല്ലേ. പക്ഷേ ഏതാണ് ഹൈപ്പോട്ടനസ്, ഏതാ, എ സി ആണ്. അപ്പോൾ നമുക്ക് ഏത് മാത്രമേ ഇതായിട്ട് സമീപവശമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ബി സി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബി സി ബൈ എ സി കണ്ടോ, ബി സി ബൈ എ സി. ഇനി കോസ് തീറ്റേനെ തലതിരിച്ചിട്ടാണ്, അതായത് 1 കോസ് തീറ്റ ആണ് വിളിക്കുന്ന പേരാണ് എന്ത്, സീക് തീറ്റ. പഠിച്ചോളൂ, സീക് തീറ്റ ഈക്വൽ ടു 1 കോസ് തീറ്റ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സൈൻ തീറ്റേനെ തലതിരിച്ചിട്ടാണ് എന്താ നമ്മൾ വിളിച്ച്, അതിനെ വിളിച്ചത് കൊസീക് തീറ്റയാണ് കേട്ടോ, കൊസീക് തീറ്റയാണ്. ഇതെന്താണ്, സീക് തീറ്റ ഈക്വൽ ടു 1 കോസ് തീറ്റ. എന്താ വരിക, ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസൻറ്റ്, അതായത് കർണം ബൈ സമീപവശം എന്ത് വരും, എ സി ബൈ ബി സി എന്ന് വരും. ഇനി അടുത്തത് ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർണത്തിന് വലിയ റോളില്ല, ബാക്കി ആരൊക്കെയുള്ളൂ, ഓപ്പോസും അഡ്ജസൻ്റ് ഉള്ളൂ. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസ് ബൈ അഡ്ജസൻ്റ്, അതായത് എതിർവശം ബൈ സമീപവശം. ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്, അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശം. ഓക്കെ ആണോ. ഇനി കോഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1 tan ആണ്, അതായത് ടാനിനെ തലതിരിച്ചിട്ടത്, അതായത് സമീപവശം ബൈ എതിർവശം എന്ന് വരും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഈ 6 ഇക്വേഷനും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല, എന്ത് മാത്രം പഠിച്ചാൽ മതി, 3 മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെയാണ് 3? ഒന്ന് സൈൻ തീറ്റ പഠിച്ചു വെക്കുക. സൈൻ തീറ്റ പഠിച്ചു വെക്കുക, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അതിനെ തലതിരിച്ചിട്ടാൽ എന്ത് വരും, കൊസീക് തീറ്റ. അപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. ഇനി രണ്ടാമതിൽ കോസ് പഠിച്ചു വെക്കുക, അതിനെ തലതിരിച്ചിട്ട് എന്ത് വരും, സീക് തീറ്റ എന്ന് വരും. ഇനി മൂന്നാമത് ടാൻ പഠിക്കുക, അതിനെ തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 tan ആണ് ആര്, കോട്ട് തീറ്റ. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ മാത്രം പഠിച്ചു വെക്കുക. നമ്മൾ എന്ത് ചെയ്തു, ഇത്രയും വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ നേരെ പകുതിയാക്കി. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട, അതിൻ്റെ നേരെ പകുതി മാത്രം പഠിച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ചെറുതാക്കാം. നോക്കണം, അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നമുക്ക് ഈ ഒരു കാര്യം പഠിക്കേണ്ടത്. ഓക്കെ ആണോ, ഈ ഒരു കാര്യം പഠിക്കേണ്ടത്. ഈ ടേബിൾ ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര മാത്രം പഠിച്ചാൽ മതി, ഇത് ഇത്ര മാത്രം നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കി നോക്കാം. ഇതെന്താ, ഈ ടേബിൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തീറ്റയുടെ ആംഗിളിൻ്റെ വാല്യൂസാണ്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്ന ആംഗിൾസിൻ്റെ വാല്യൂസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം വരക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് അളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, 0 ഡിഗ്രി വരും അല്ലേ. ഇവിടെ എന്ത് വരും, 90 ഡിഗ്രി വരും അല്ലേ, മുകളിൽ 90. ഇവിടെ എന്ത് വരും, 90 കൂടെ 90 കൂട്ടി കഴിഞ്ഞാൽ 180 ഡിഗ്രി വരും. ഇവിടെ അടിയിൽ എന്ത് വരും, 270 വരും. പിന്നെന്താ വരിക, 90 കൂട്ടി കഴിഞ്ഞാൽ 360 അല്ലേ. 360 എവിടെ വരിക, 0ൻ്റെ സ്ഥാനത്തല്ലേ വരിക അല്ലേ. അപ്പോൾ ഈ 360 കണ്ടോ, ഇവിടെ 360 കണ്ടോ, അത് ഏതിൻ്റെ സ്ഥാനത്താണ് വരിക, ഈ 0ൻ്റെ സ്ഥാനത്തല്ലേ. അപ്പോൾ ഈ 0 എന്ന് പറഞ്ഞാൽ തന്നെയല്ലേ 360. ഇനി വാല്യൂസ് സെയിം ആണെന്ന് നോക്കി നോക്കൂ. സൈൻ 0, സൈൻ 360 0 അല്ലേ. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. കോസിൻ്റെ കാര്യം നോക്കി നോക്കുക. കോസ് 0 1 ആണ്, കോസ് 360 ഡിഗ്രി അല്ലെങ്കിൽ ഇത് 1 ആണ്, രണ്ട് വാല്യൂം സെയിം ആണ്. ടാൻ 0, ടാൻ 360 ഡിഗ്രി 0. ഓക്കെ ആണോ. കൊസീക് 0 നോട്ട് ഡിഫൈൻഡ്, അതായത് കാൽക്കുലേറ്ററിൽ എറർ എന്നാണ് കാണിക്കുക, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കൊസീക് 360 നോട്ട് ഡിഫൈൻഡ്, അതായത് ഈ ഒരു കള്ളി നമ്മൾ പഠിക്കണ്ട, കാരണം അതേ വാല്യൂ ആണ് വരിക 0യിൽ വരിക. അപ്പോൾ നമുക്ക് ഒന്ന് ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വെട്ടിക്കളഞ്ഞു. ഓക്കെ ആണോ. ഇനി എന്തുകൊണ്ടാണ് പകുതി വെട്ടിക്കളഞ്ഞ് നമുക്ക് നോക്കി നോക്കാം. അത് നമുക്ക് വാല്യൂസ് നോക്കാം. സൈൻ 0 ആണ് അല്ലേ, സൈൻ 0 ആണ്. അതുപോലെ തന്നെ കോസ് 0 1 ആണ്, ടാൻ 0 ആണ്, ടാൻ 0 ആണ്. അപ്പോൾ നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പഠിച്ച ഇക്വേഷൻ പഠിച്ചേതാ, എതിർവശം ബൈ കർണം അല്ലേ. പക്ഷെ കൊസീക് തീറ്റ നോക്കി നോക്കൂ, ഇവിടെ കൊസീക് തീറ്റ അല്ലേ. കൊസീക് തീറ്റ എന്താണ്, 1 സൈൻ തീറ്റ അല്ലേ 1 സൈൻ തീറ്റ അല്ലേ. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂവിനെ നമുക്ക് 1 ചെയ്താൽ പോരെ. നോക്കി നോക്കൂ. കൊസീക് തീറ്റ ഈക്വൽ ടു കൊസീക് 0 ഈക്വൽ ടു 1 എന്ത് വരും, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇക്വേഷൻ പഠിച്ചില്ലേ, ഞാനിവിടെ ഒന്നുകൂടി വേണമെങ്കിൽ വരക്കാം. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം,
കട്ട് ചെയ്താളെ. നിങ്ങൾ ആ മുകളിലെ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് സൈൻ തീറ്റയുടെ നേരെ 1/r ആണെന്ന് ചോദിക്കുക, സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ കോസിൻ്റെ 1/r ആണെന്ന് പഠിച്ചു വെക്കുക, കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/tan തീറ്റ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കി നോക്കാം. ഇപ്പോൾ കോസ് 30 ഈ കോളം നോക്കുക കേട്ടോ. ഈ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. സൈൻ 30 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര 1/2 ആണ് അല്ലേ. അപ്പോൾ സൈന് അല്ലേ, അപ്പം ഇനി കൊസീക്ക് നോക്കി വെക്കുക. കൊസീക്ക് കാരണം എന്താ 1/sin ആണല്ലേ. അതായത് സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2. ഇവിടെ എഴുതാം സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 1/2 അല്ലേ. 1/2 നമുക്കറിയാം. കൊസീക്ക് 30 ഡിഗ്രി ഈക്വൽ ടു 1/sin 30 അല്ലേ. കൊസീക്ക് പറഞ്ഞാൽ 1/sin അല്ലേ, 1/sin ആണെന്നറിയാം. അപ്പോൾ ഈ സൈൻ 30ൻ്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുത്താൽ മതി, 1/2 ഇട്ട് കൊടുത്താൽ പോരെ. ഒന്ന് ഇട്ട് നോക്കി നോക്കൂ. അപ്പോൾ ഒന്ന് ഇട്ട് നോക്കി നോക്കൂ നിങ്ങൾ ചെയ്യാം കേട്ടോ. 1/2 1/1/2 പറഞ്ഞാൽ എന്ത് വരും 2 എന്ന് വരൂലേ അല്ലേ. ആ വാല്യൂ ആണ് ഇത്, വാല്യൂ ആണ് ഇവിടെ. തൊട്ടടുത്ത് നോക്കി നോക്കൂ. സൈൻ 45 ഡിഗ്രി എത്ര വരും 1/√2. കൊസീക്ക് 45 ഡിഗ്രി പറഞ്ഞാൽ എന്താ 1/1/√2 എന്ന് വരും. അപ്പോൾ എന്ത് വരും √2 വരും. അതും സെയിമാണ്. അതായത് ഈ കള്ളിയിലുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ഈ കള്ളീസിലെ വാല്യൂസിനെ 1/, ചെയ്താണ് ഇത് 1 2 3 ഈ കള്ളികൾ. നമുക്ക് കോസിൻ്റെ കേസ് നോക്കിയേക്കാം. കോസ് 0 1 ആണ് അല്ലേ. കോസ് 0 1 ആണ്. കളകമാണെങ്കിൽ മാറ്റാം. കോസ് 0 1 ആണ്. കോസ് 0 1 ആണ്. ഇനി തല തിരിച്ചിട്ട് എന്ത് വരും സീക്ക് വരില്ലേ. സീക്ക് 0 എന്താ വരിക 1/cos 0 അല്ലേ. അപ്പോൾ കോസ് 0 എന്താണ് 1 ആണ്. അപ്പോൾ 1/1 എന്താ, അതായത് കോസ് 0 ഈക്വൽ ടു 1 ആണ്. നമുക്കറിയാം സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/cos ആണെന്നറിയാം അല്ലേ. 1/cos ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഈക്വൽ ടു 1/1 എന്ത് വരും 1 വരും. അതാണ് ഇവിടെ വാല്യൂ. അതേപോലെ തന്നെ ഇതിൻ്റെ 1 ആണ് ഇത് 2. √3/2 ഉണ്ടല്ലോ, അതിന് തല തിരിച്ചിട്ട് എന്ത് വരും 2 മോൾക്ക് വരും, √3 അടിയിൽ വരും കണ്ടോ. ഇനി ഇവിടെ 1/√2 ഉണ്ടല്ലേ, അതിനെ തല തിരിച്ചിട്ട് എന്ത് വരും 1/1/√2 എന്ന് വരും. എന്ത് വരും √2 എന്ന് വരും. അതായത് നിങ്ങൾ എന്ത് മാത്രം പഠിച്ചാൽ മതി, ഇത് ഇത്ര മാത്രം മുകൾക്കുള്ള ഈ ടേബിൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ. അതായത് നമുക്ക് ആ മുകളിൽ പഠിച്ച ഇക്വേഷൻസ് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് സൈൻ തീറ്റ ഈക്വൽ ടു എതിർവശം ബൈ കാരണം അതറിയാമെന്നുണ്ട്. അതുപോലെ തന്നെ കൊസീക് തീറ്റ ഈക്വൽ ടു 1/sin തീറ്റ എന്ന് അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടേബിളൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പകുതി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ ആണോ. എത്ര മാത്രം നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ എന്നോ ഞാൻ വരട്ട് വെക്കാം. ഇത് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഈ 360 ഡിഗ്രിയുടെ കോളം പഠിക്കണ്ട കേട്ടോ, കാരണം അതും 0 ഡിഗ്രി എന്താണ് സെയിം ആണ് നമ്മൾ കണ്ടു. ഇത്ര മാത്രം പഠിച്ചാൽ മതി. നമ്മളിത് കാണുമ്പോൾ എല്ലാം കൂടി പഠിക്കണം എന്ന് വിചാരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കി നോക്കാം. കുറച്ച് ഇക്വേഷൻ നോക്കണം കേട്ടോ. ഇതും എന്ത് മതി, അതിനെ സിമ്പിളാക്കി പറയാം. ഇത് എത്ര മാത്രം പഠിച്ചാൽ മതി. നോക്കി നോക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, സൈൻ സ്ക്വയർ തീറ്റ, സ്ക്വയർ ഉണ്ട് കേട്ടോ മാറരുത്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതുക 1 + 2 ഈക്വൽ ടു 3 എന്ന് എഴുതുക. സൈൻ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഏതാ 1, 2ൻ്റെ സ്ഥാനത്ത് കോസ് സ്ക്വയർ തീറ്റ, 3ൻ്റെ സ്ഥാനത്ത് ഏതാ 1. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ രണ്ടിനെ പറ്റിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിക്കണം. 2ൻ്റെ സ്ഥാനത്ത് ഏതാണ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 2 ഈക്വൽ ടു എന്താ വരിക, സമത്തിൻ്റെ അപ്പുറത്തുള്ള 3 - 1 അല്ലേ. 3 - 1 എന്ന് വരും. 3 - 1 എന്ന് വരും. ഓക്കെ ആണോ. അതേപോലെ ഇവിടെ നിന്ന് എഴുതി വെക്കും. ഇവിടെ 3ൻ്റെ സ്ഥാനത്ത് ആരാളുള്ളത് 1 അല്ലേ. ഈക്വൽ ടു കണ്ടോ 1 മൈനസ് ഇതാ ഇവിടെ മൈനസ് ഇട്ടു. അതേപോലെ തന്നെ എന്ത് ഇവിടെയും മൈനസ് ഇട്ടു. ഇനി 3 - 1 എന്നല്ലേ, 1ൻ്റെ സ്ഥാനത്ത് ആരാളുള്ളത് ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ കണ്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് കിട്ടും. ഇത് തന്നെ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ടാക്കി വെക്കൂ. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 - കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത് രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്ന് നമുക്ക് എന്ത് ചെയ്താൽ ഇത് രണ്ടും ഡിറൈവ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ 1 + tan സ്ക്വയർ തീറ്റ ഈക്വൽ ടു സി സ്ക്വയർ തീറ്റ. ടാൻ സ്ക്വയർ തീറ്റയുടെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സി സ്ക്വയർ തീറ്റ കിട്ടും. അപ്പോൾ നമുക്ക് സി സ്ക്വയർ തീറ്റ -1 ചെയ്താൽ എന്ത് കിട്ടും, ഇതേ ഇക്വേഷൻ തന്നെ 1 + 2 = 3 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഞങ്ങൾ ചെയ്ത് നോക്കുക. എന്ത് വരും ടാൻ സ്ക്വയർ തീറ്റ വരും. അതുപോലെ തന്നെ ഇതൊന്ന് 1 എങ്ങനെ എടുത്ത് ചെയ്ത് 1 എടുത്ത് ചെയ്ത് വരുമ്പോൾ ടാൻ സ്ക്വയർ തീറ്റ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ സി സ്ക്വയർ തീറ്റ - ടാൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. ഒക്കെ ഈ ഇക്വേഷൻ എടുത്താൽ 1 + 2 = 3 എന്ന് മതി.
മൂന്നാമത്തെ ഇക്വേഷൻ എന്താ 1 + കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കൊസീക് സ്ക്വയർ തീറ്റ. ഓക്കെ ആണോ? ഇത് കൊസീക് സ്ക്വയർ തീറ്റ കേട്ടോ. സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് മാത്രം പഠിച്ചാൽ മതി, ഏത് മാത്രം 3 ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇനി ഇത് നമ്മൾ മുന്നേ പഠിച്ച കേട്ടോ, ഇത് നമ്മൾ മുന്നേ പഠിച്ചാണ്. സീക്ക് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 / കോസ് തീറ്റ, കോട്ട് ഈക്വൽ ടു 1 / ടാൻ എന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചാണ്. ഇനി കുറച്ച് നെഗറ്റീവ്സിൻ്റെ കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്ക് നോക്കി നോക്കാം. ഇതിൽ അല്ലേ ഈ നെഗറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ കണ്ടോ, ഇത്രയും പഠിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ എന്ത് മാത്രം പഠിച്ചാൽ മതി, 2 കാര്യം മാത്രം പഠിച്ചാൽ മതി. ഏത് മാത്രം പഠിച്ചേക്കുക? സീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്, അതുപോലെ തന്നെ കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഇത് 2 മാത്രം പഠിച്ചു വെക്കുക. അതായത് സീക്ക് മൈനസ് എക്സിൻ്റെ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? സീക്കാണ് കിട്ടുക, പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. കോസ് മൈനസ് എക്സ് ചെയ്ത് എന്താ കിട്ടുക? പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അതായത് കോസ് മൈനസ് 45 ചെയ്യണതും കോസ് 45 ചെയ്യണതും എന്താണ്? തുല്യമാണ്. കോസ് 45 ചെയ്യണതും എന്താണ്? തുല്യമാണ്. മനസ്സിലായോ? അതേപോലെ സീക്സ് മൈനസ് 50 ഡിഗ്രി ചെയ്യണതും സീക്ക് 50 ഡിഗ്രി ചെയ്യണതും രണ്ടിൻ്റെയും വാല്യൂ എന്താണ്? സെയിം ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ബാക്കി 4 നോക്കി നോക്കൂ. സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, ടാൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ എക്സ്, കോട്ട് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ്, കൊസീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ്. ഏത് മാത്രമേ ഒരു ടിസ്റ്റ് ഉള്ളൂ? ഈ 2 മാത്രം. ആരൊക്കെയാണ്? സീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സും കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സും. ഓക്കെ ആണോ? ഓക്കെ ആണ് വിചാരിക്കുന്നത്. അതായത് കോസിൻ്റെ ആൾക്കാർ കോസിനെ തലയിരിച്ചിട്ട് എന്ത് വരും? സീക്കും വരില്ല. ഈ 2 ആൾക്കാർ മാത്രം എന്ത് ഉള്ളൂ? ടിസ്റ്റ് ഉള്ളൂ. ബാക്കി എല്ലാവരും മൈനസ് ആയിട്ട് തന്നെ അവിടെ നിൽക്കും. ഇനി ഈ ഒരു ഇക്വേഷൻ കൂടി എന്ത് ചെയ്യുക? ഈ ഒരു 6 കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. സൈൻ 90 മൈനസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ വരിക. അതായത് സൈനിൻ്റെ 90 ഒരു ആംഗിളിനെ കുറച്ചു. അതെന്താ? കോസ് തീറ്റയുടെ വാല്യൂവിനോട് തുല്യമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ 6 ഇക്വേഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കാം. അപ്പോൾ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? വലിയ അതായത് ഷീറ്റ് മെറ്റലിലൊക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചോദ്യം 1. റൈറ്റ് ആംഗിൾ ബി ആയ, റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? മട്ടത്രികോണമല്ല. മട്ടത്രികോണത്തിൽ ഈ മട്ടം നമ്മൾ ചിത്രം നമുക്ക് തന്നിട്ടുണ്ടാവില്ല. റൈറ്റ് ആംഗിൾ ബി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ വരയിടുക, ഇങ്ങനെ 2 വരയിടുക. ഇതെന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ പോയിന്റ് എന്താ വിളിക്കുക? ബി എന്ന് കൊടുക്കുക. റൈറ്റ് ആംഗിൾ ബി ആയ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എ ബി സി. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് ഇവിടെ എ കൊടുക്കുക, ഇവിടെ ബി നമുക്ക് ആദ്യം അറിയാം, സി കൊടുക്കുക. എ ബി 24 സെൻറ്റിമീറ്റർ, ഇത് 24 നീളം തന്നുകൊണ്ട്. അപ്പോൾ ഏറ്റവും വലുത് 24 കൊടുക്കുക. ബി സി 7 സെൻറ്റിമീറ്റർ, ബി സി 7 കൊടുക്കുക. ഈ മൂന്നാമത്തെ വശം നമുക്ക് കിട്ടിയില്ല. മൂന്നാമത്തെ വശം എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, പൈതഗോറസ് സിദ്ധാന്തം അറിയാം അല്ലേ? ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈക്വൽ ടു കർണ സ്ക്വയർ എന്ന് വരും. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് നമ്മളെ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ വരും. ഓക്കെ ആണ്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? 24 7 അല്ലേ? അപ്പോൾ 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? 25 സെൻറ്റിമീറ്റർ കിട്ടും. റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 625 ചെയ്യുക. അതിനെ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഉണ്ടോ? റൂട്ട് 625 ചെയ്ത് കഴിഞ്ഞാൽ 25. അപ്പോൾ 3 വശം കിട്ടി. എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുണ്ട്? സൈൻ എ കോസ് എ സൈൻ സി കോസ് സി ഇവ കാണുക. അപ്പോൾ നമുക്ക് കർണ അറിയണ്ടേ? കർണ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു പൈതഗോറസ് സിദ്ധാന്തം നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ കർണം 25 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. നമുക്കറിയാമല്ലേ, സൈൻ എന്ന് പറയുന്നത് എന്താ? എതിർവശം ബൈ കർണം. എതിർവശത്ത് വരിക. ഇതാണ് ആംഗിൾ. ഏതാണ് ആംഗിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈൻ എ അല്ലേ? അപ്പോൾ ഇതാണ് ആംഗിൾ. ഫസ്റ്റ് കാണുന്ന ആംഗിൾ ഇതാണ് എ, ഇതാണ് ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ എതിർവശം എന്ന് പറയുമ്പോൾ എന്ത് വരും? 7 ബൈ കർണം എത്ര? 25. 7 ബൈ 25 കണ്ടോ? 7 ബൈ 25 സിമ്പിൾ അല്ലേ? കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അത് സിമ്പിളാട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ഇനി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയോ കേട്ടോ. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. സൈൻ തീറ്റ ഈക്വൽ ടു 3/5 കൊസീക് തീറ്റ. അയ്യോ, സൈൻ തീറ്റ 3/5 കണ്ടിട്ടുണ്ട്. നമ്മളെങ്ങനെ കൊസീക് തീറ്റ കാണുക? എടാ നമുക്കറിയാം 1/sin തീറ്റ നമുക്ക് എന്ത് വിളിക്കാം? കൊസീക് തീറ്റ എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ സൈൻ തീറ്റ 3/5 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1/3/5 1/3/5 പറഞ്ഞാൽ 3/5 തല തിരിച്ചിട്ട്, അതായത് 1/3/5 പറയുമ്പോൾ 5/3 കിട്ടും. ഉത്തരത 5/3. ആൻസർ ഈക്വൽ ടു എ. സിമ്പിൾ അല്ലേ? ഹിൻഡ് തന്നിട്ടുണ്ട്. കൊസീക് തീറ്റ ഈക്വൽ ടു 1/sin തീറ്റ. ഇനി അടുത്തത് കോസ് 60 sin തീറ്റയുടെ വാല്യൂ അതെന്ത് വരും? 1/4 വരും. നമ്മൾ ആ
കള്ളിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സിമ്പിളായിട്ട് കാണാം കേട്ടോ. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 5/4 റേഡിയൻ്റെ ഡിഗ്രി അളവ്, ഒരു റേഡിയൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 57.4 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അതൊന്നും കാണാതെ പഠിച്ചു വെക്കുക. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ബി സിയിൽ ബി അക്യൂട്ട് പറഞ്ഞാൽ എന്താ, 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ്. ടാൻ ബി = 1/2 സൈൻ ബി കോസ് ബി ഇവ കാണുക. അപ്പോൾ നമുക്ക് ടാൻ്റെ ഇക്വേഷൻ അറിയാൻ എന്താണ് വിളിക്കുക, എതിർവശം ബൈ സമീപവശം. അപ്പോൾ എതിർവശം എത്രയാണ്, ടാൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി വാല്യൂ തന്നിട്ടുണ്ട്, 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, 1/2 ചെയ്യുക. ഈ 1/2 നമുക്ക് എന്ത് കിട്ടുക, ഈ 1 ഓപ്പോസിറ്റും 2 അഡ്ജസൻ്റ് ആണെന്ന് കിട്ടും. അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഇനി അതേപോലെ തന്നെ പൈതഗോറസ് എന്താണെന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കർണം കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് ചെയ്തു, 2 സ്ക്വയർ 1 സ്ക്വയർ കർണം കിട്ടി. അപ്പോൾ നമുക്ക് 3 വശം കിട്ടി. 3 വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സൈന് കാരണം എതിർവശം പോയി കാരണം, കോസ് കാരണം സമീപവശം പോയി കാരണം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, 3 കണ്ടുപിടിക്കുക, 3 ആംഗിളും കണ്ടുപിടിക്കുക. അതെല്ലാം ഇവരിവിടെ കണ്ടിട്ടുണ്ട്, സൈൻ ബീറ്റ കോസ് തീറ്റ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടാണ് ചോദ്യം വരിക, പക്ഷെ എന്ത് ചെയ്യണം, ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി നോക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ് tan x plus cot x tan x ഉണ്ട് കേട്ടോ അവിടെ, tan x plus cot x = sec x cosec x. അപ്പോൾ ഇങ്ങനെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ടാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ സൈൻ ബൈ കോസാന്ന് നമുക്കറിയാലോ, സൈൻ ബൈ കോസാന്ന് എടുത്ത് ചെയ്താൽ കോട്ട് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, 1/tan ആണ്. അതായത് ഇതിനെ സ്ഥലരിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ കോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ത് ചെയ്യും, സൈൻ സ്ക്വയർ എക്സ് വരും. ഇത് കോസ് സ്ക്വയർ എക്സ് വരും. ഡിവൈഡ് ബൈ എന്ത് വരും, സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് = 1 എന്നറിയാം. അപ്പോൾ മുകളിൽ നമുക്ക് എന്ത് ചെയ്യുക, 1 കൊടുക്കുക. 1/sin x cos x എന്നാവും. എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ട് സ്പ്ലിറ്റ് ആക്കി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതേ ആൻസർ കിട്ടും. സിമ്പിളാട്ടോ, ഈ ചോദ്യമൊക്കെ സിമ്പിളാണ്. ഇനി ഈ ചോദ്യം രണ്ടാമത്തെ നമുക്ക് ചോദ്യം നോക്കി നോക്കാം. ഇച്ചിരി വലുതാണ്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് മെൻസുറേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഈ യൂണിറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെങ്ത്തിൻ്റെ എന്താ മീറ്ററാണ്, മാസ് കിലോഗ്രാമാണ്, സമയം സെക്കൻഡാണ്, താപനില കുറച്ച് കളികൾ നമ്മൾ പഠിച്ചിട്ടുണ്ടില്ല, അത് ഇമ്പോർട്ടൻ്റ്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം മെൻസുറേഷൻ നോക്കി നോക്കാം. മെൻസുറേഷൻ നമുക്ക് നോക്കി നോക്കാം. എന്തിനാണ് നമുക്ക് ഈ മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അളവ് ശാസ്ത്രം. അതായത് നമുക്കിപ്പോൾ ഒരു വീടുണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, സ്ഥലം വാങ്ങണമല്ലോ. അപ്പോൾ എത്ര ഏക്കർ സ്ഥലം എന്നൊക്കെ പറയില്ലേ, ആ ഏക്കർ അതാണ് അതിൻ്റെ ഏരിയയാണ് കേട്ടോ. അതിന് നീളത്തിന് ചതുരത്തിലുള്ള സ്ഥലമാണെങ്കിൽ നീളത്തിന് വീതിനും കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഏരിയ കിട്ടും. നമ്മളവിടെ തറ കെട്ടിയിട്ട് നമ്മൾ വീട് കെട്ടിപ്പൊക്കൂലേ, വീട് കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ നമുക്കതിൽ എത്ര, ഇപ്പോൾ ഒരു ഗോഡൗൺ ആണെന്ന് വിചാരിച്ചോ, എത്ര ചാക്ക് അരി കൊള്ളാം, അതായത് എത്രത്തോളം സാധനത്തിൻ്റെ ഉള്ളിൽ കൊള്ളും, അതാണ് വോളിയം. ഓക്കെ ആണോ. അപ്പോൾ ഇതിനൊക്കെ പറ്റി പഠിക്കുന്ന ശാഖയാണ് മെൻസുറേഷൻ. അതിലും ഇതേപോലെ കുറച്ച് ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. പക്ഷേ കാണാതെ പഠിക്കേണ്ട ഏതാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇനി ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരം അല്ലേ. ചതുരം എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ചിലതിൻ്റെ ചിത്രം നമുക്ക് എന്ത് ചെയ്യും, വീഡിയോൻ്റെ ലാസ്റ്റ് ആട്ടോ. ചിലപ്പോൾ ഈ വീഡിയോ 2 വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. ഏരിയ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഇൻറ്റു വീതി ചെയ്ത് കഴിഞ്ഞാൽ ചതുരത്തിന് എന്ത് കിട്ടും, അതിൻ്റെ ഏരിയ കിട്ടും അല്ലേ. ഏരിയയുടെ യൂണിറ്റ് എന്താ, സെൻറ്റിമീറ്റർ സ്ക്വയറാണ് കിട്ടുക. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. സംഭവം എങ്ങനെയാണ്, ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്ങനെ നമുക്കറിയാം. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. നീളത്തിൻ്റെ യൂണിറ്റ് എന്താ, സെൻറ്റിമീറ്റർ ആണ്. വീതിയുടെ യൂണിറ്റ് എന്താ, സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ എന്ത് കിട്ടും, സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ആ യൂണിറ്റ് വെച്ചിട്ടാണ് കേരള PSC നമുക്ക് ആൻസേഴ്സ് കൊടുക്കുക. അപ്പോൾ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആണ്. അപ്പോൾ റെക്റ്റാങ്കിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏരിയ ഓഫ് സ്ക്വയർ തന്നെ 4 വശവും ഈക്വൽ ആയിട്ടുള്ള ചതുരത്തിന് എന്ത് വിളിക്കുക, സ്ക്വയർ എന്ന് വിളിക്കുക. 4 വശവും ഈക്വൽ ആയിട്ടുള്ള ചതുരത്തിന് നമുക്ക് എന്ത് ചെയ്യുക, സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വശം എന്തായിരിക്കും, A ആയിരിക്കും അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ ഏരിയ എന്താണ്, നീളം ഇൻറ്റു വീതിയാണ്. അപ്പോൾ ഇതിലെന്തായിരിക്കും, A ഇൻറ്റു A. സ്ക്വയർ പറഞ്ഞാൽ എല്ലാം A അല്ലേ. A ഇൻറ്റു A എന്താ, 2 ഇൻറ്റു 2 എന്താ, 2 സ്ക്വയർ. അപ്പോൾ A ഇൻറ്റു A എന്താ, A സ്ക്വയർ. അതാണ് ഇവിടെ A സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് 2 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടത് എല്ലാവർക്കും അറിയും. ട്രയാങ്കിളിൻ്റെ എന്ന് പറഞ്ഞാൽ ½ BH അര ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയത്തെ ഭാഗമാണ്, ഇതാണ് ബേസ്. ഓക്കെ ആണോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോണുണ്ടല്ലോ, അവിടേക്ക് ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതാണ് ഹൈറ്റ്, H. ഓക്കെ ആണോ. അര BH ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. അതുപോലെ ഏരിയ ഓഫ് സർക്കിൾ = πr². πd² അല്ല കേട്ടോ, π/4d² എന്ന് പറയാം. πr². r എന്ന് പറഞ്ഞാൽ റേഡിയസാണ്. അതായത് സെൻറ്ററിൻ്റെ അളവ്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ഇവിടേക്കുള്ളതാണ് റേഡിയസ്. ഡയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് കൂട്ടിമുട്ടും. π/4d² അല്ലെങ്കിൽ πr². നിങ്ങൾ എന്ത് ചെയ്യുക, πr² എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ ആണോ. ഇനി ഏരിയ ഓഫ് ട്രപ്പിസോയിഡ് പറഞ്ഞാൽ എന്താ,
ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി. ഇതിൽ എയും ബിയും ബേസ് ആണ് കേട്ടോ. എ എന്ന് പറഞ്ഞാൽ ബേസ് 1 ആണ്, ബി എന്ന് പറഞ്ഞാൽ ബേസ് 2 ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ചിത്രം എന്ത് ചെയ്യുക ലാസ്റ്റ് കാണാം. എലിപ്സിൻ്റെ ഏരിയ പൈ ഇൻറ്റു എ ബി. എലിപ്സും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത് ചുറ്റളവ്. എന്താ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഏരിയ അല്ലേ, ചതുരത്തിൻ്റെ എൽ ഇൻറ്റു ബി, ലെങ്ത്തിൻ്റെ അടുത്ത് സ്ക്വയറിൻ്റെ എ സ്ക്വയർ എന്നൊക്കെ പഠിച്ചു. പക്ഷേ ചുറ്റളവ് പറഞ്ഞാൽ എന്താ? എനിക്കിപ്പോൾ സ്ഥലം വാങ്ങി, അതിന് ചുറ്റും മതിൽ കെട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഇങ്ങനെ സ്ഥലം വാങ്ങി, ചുറ്റും മതിൽ കെട്ടണം അല്ലേ. മതിൽ കെട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മതിൽ എത്ര ചുറ്റിൽ വരും? ചുറ്റിലല്ലേ മതിൽ വരിക അല്ലേ. ചുറ്റും പോയി അളക്കുന്ന അളവാണ് ഇത് ചുറ്റളവ്. ഇങ്ങനെ കാണുന്നതാണ് ഏത്? ഏരിയ. എത്ര സ്ഥലം ഉൾക്കൊള്ളുന്നുണ്ട്, അതാണ് ഏരിയ. ഓക്കെ ആണോ? അപ്പോൾ പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. പാരലോഗ്രാം എന്താ? 2 ഇൻറ്റു ബേസ് പ്ലസ് ഹൈറ്റ് ആട്ടോ. പ്ലസ് ആണ്, പലവർക്കും മാറിപ്പോവും. ബേസ് പ്ലസ് ഹൈറ്റ്. എങ്ങനെ ബേസ് പ്ലസ് ഹൈറ്റ് വരുന്നത്? അതുപോലെ നമുക്ക് ചതുരം നോക്കി നോക്കാം. ഇതാണ് ചതുരം, ഇത് ലെങ്ത്ത്, ഇത് ബ്രെഡ്ത്ത്. ഓക്കെ ആണോ? ഇതിൻ്റെ ചുറ്റളവ് എങ്ങനെ കാണുക? ഈ എല്ല്, ഈ ലെങ്ത്ത് കൂട്ടണം, ബ്രെഡ്ത്ത് കൂട്ടണം, ഈ ലെങ്ത്ത് കൂട്ടണം, ഈ ബ്രെഡ്ത്ത്. അത് 4 വട്ടം കൂട്ടണതിന് പകരം 2 വട്ടം കൂട്ടിയാൽ പോരെ. എൽ പ്ലസ് ബി ഇൻറ്റു 2 ചെയ്താൽ പോരെ. അതായത് ഇവിടെ നോക്കി നോക്കൂ, 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് വിഡ്ത്ത് ഇങ്ങനെ ചെയ്താൽ പോരെ. അത് തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളൂ, അത് തന്നെ ഇവിടെയും ചെയ്തിട്ടുള്ളൂ. കണ്ടോ? പാരലോഗ്രാമിൻ്റെ കേസിലും റെക്റ്റാങ്കിളിൻ്റെ കേസിലും സ്ക്വയറിൻ്റെ കേസിലും എല്ലാം സെയിമാണ്. പക്ഷെ സ്ക്വയറിൻ്റെ കേസിൽ എന്താ വരിക? ലെങ്ത്തും വിഡ്ത്തും എന്താ സെയിം ആണ്. അപ്പോൾ 2 എന്നുള്ളത് എന്ത് ചെയ്യും? 4a എന്ന് വരും. ഇതാണ് ഒരു ടിസ്റ്റ് ഉള്ളത്. കൈറ്റ് പറഞ്ഞാൽ എന്താ? പട്ടല്ലേ. പട്ടത്തിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? പട്ട 2 സൈഡ് തുല്യവും മറ്റ് 2 സൈഡും തുല്യമായിരിക്കും. അതായത് ഇങ്ങനെ ആയിരിക്കും. അടിയൊക്കെ ഉണ്ട് കേട്ടോ, അടിയൊക്കെ ഇങ്ങുണ്ട്. ഈ രണ്ട്, അതായത് പട്ട നേരെ വരക്കാം, നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ട. ഇങ്ങനെ ആയിരിക്കും. ഇത് രണ്ടും ഒരുപോലെയും ഇത് രണ്ടും ഒരുപോലെയാവും. ഓക്കെ ആണോ? അതാണ് കൈറ്റ് 2a + 2b അല്ലേ. അതായത് ഇത് രണ്ടും കൂട്ടുക, അതുകൂടെ ഇതും കൂട്ടുക. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഓഫ് ഫസ്റ്റ് പെയർ ഓഫ് ഈക്വൽ. ഇത് രണ്ടും എ, ഇത് രണ്ടും ബി. അപ്പോൾ രണ്ടും പാടെ 2a + 2b എന്ന് കൂട്ടിയാൽ മതി. ഇനി റോംബസ് 4a, അതുപോലെ ഹെക്സഗൺ 6a. ഇതെന്ത് ചെയ്യുക? ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി അടുത്തത് വോളിയം. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മണ്ണെണ്ണ അളക്കൂലേ, അതിനെന്ത് ചെയ്യുക? അല്ലെങ്കിൽ വീടുണ്ടാക്കുമ്പോൾ ഗോഡൗൺ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം സാധനം അതിൻ്റെ ഉള്ളിൽ കൊള്ളും അതറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ ഒരു പേജ് കീറുക, അതിലേതെങ്കിലും ഒരു ചാക്ക് കൊള്ളില്ലല്ലോ. ഇതേ അല്ലെങ്കിൽ ഒരു തുള്ളി അരി പോലും നിൽക്കില്ലല്ലോ. ഇതേ പേജ് ഇവിടെയും വെക്കുക, അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു 3D രൂപമാക്കി മാറ്റുക. 3D രൂപമാക്കി മാറ്റി എന്ത് ചെയ്യും? അതിലെന്ത് ചെയ്യും? അരി കൊള്ളൂലേ. അതായത് വോളിയം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3D ഫിഗർ ആവണം. അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ a³. എ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിൻ്റെ സൈസാണ് കേട്ടോ. ഇനി ക്യൂബോയിഡ് എന്താ? ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്. ഞാൻ ചിത്രം കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. സിലിണ്ടർ എന്താണ്? നമ്മുടെ ബക്കറ്റില്ലേ, πr²h, അതാണ് സിലിണ്ടർ. അതിൻ്റെ വോളിയം വോളിയമാണ് π × r × πr² × h. πr² എന്താ? ഇങ്ങനെയല്ലേ, ബക്കറ്റ് ഇങ്ങനെയല്ലേ. πr² എന്ന് പറഞ്ഞാൽ അടിയിലുള്ള വട്ടല്ല, അതിൻ്റെ ഏരിയയാണ്. ഹൈറ്റ് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ബക്കറ്റിൻ്റെ ഹൈറ്റ്. സ്പിയറിൻ്റെ 4/3 πr³ ഇത് പഠിക്കുക കേട്ടോ. ഇത് സ്പിയർ പഠിക്കുക, കോണ് പഠിക്കുക. കോണ് പറഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ കോണ് 1/3 πr² h ആണ്. സിലിണ്ടർ പഠിക്കുക. അതായത് ഇതിലെല്ലാം പഠിക്കുക. ഈ വോളിയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? മിനിമം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി ഉപരിതല വിസ്തീർണ്ണം, സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലുള്ള ഏരിയ, അതിൽ ടോട്ടൽ സർഫസ് ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഫസ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തു? ട്രിഗ്നോമെട്രിയിൽ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. മാത്രമല്ല ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് പഠിച്ചുക. 2 ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഇങ്ങനൊരു ട്രയാങ്കിളിൻ്റെ എഴുതിക്കോ. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വശം, ഇത് 2 ചെറിയ വശമാണ് എഴുതിക്കോ. ഇത് 4, ഇത് 7, ഇത് അതിനെക്കാട്ടിലും വലുതായിരിക്കും എഴുതിക്കോ. അങ്ങനെ ഇവരെന്താ പറയുന്നത്? 2 ചെറിയ വശങ്ങളുടെ തുക, അത് 4 + 7, 4 + 7 എന്ത് വരും? 11 വരും അല്ലേ. 11 വരും. വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. ഇതിപ്പോൾ ഒരു 10 എഴുതിക്കോ, അല്ലെങ്കിൽ 9 എഴുതിക്കോ. അപ്പോൾ ഈ 10നേക്കാട്ടിലും കൂടുതലാകും എന്ത്? മറ്റ് 2 ചെറിയ വശങ്ങൾ കൂട്ടിക്കഴിഞ്ഞാലുള്ള തുക. എന്നാലേ ട്രയാങ്കിൾ തമ്മിൽ കൂട്ടി മുഴുവൻ ട്രയാങ്കിൾ ആവത്തുള്ളൂ. ഓക്കെ ആണോ? ട്രയാങ്കിൾ വിസ്തീർണ്ണം നമ്മൾ പഠിച്ചു, ചുറ്റളവ് നമ്മൾ പഠിച്ചു. ഇനി ഇതൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. ഹൈപ്പോട്ടനസ്, സ്കെയിലിയൻ, ട്രയാങ്കിൾ. സ്കെയിലിയൻ എന്ന് പറഞ്ഞാൽ 3 വശങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പിന്നെ പൈതഗോറസ് സിദ്ധാന്തം കണ്ടോ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ്. ഉത്തരം കിട്ടിയിട്ട് റൂട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങളാകാവുന്ന അളവുകൾ ഏത്? ഇതിപ്പോൾ എങ്ങനെ ചെയ്യുക?
നമ്മളിപ്പോൾ പഠിച്ചൂലേ, ഇത് കണ്ടോ, രണ്ട് ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്നതിൽ കണ്ടോ, ഇതിൽ ചെറിയ വശങ്ങൾ രണ്ടെണ്ണം നോക്കുക. 3, 3, 6 ഏതായിരിക്കും ചെറിയ വശങ്ങൾ? 3, 3 ആയിരിക്കും അല്ലേ. 3, 3 കൂട്ടുക, രണ്ട് ചെറിയ വശങ്ങളുടെ തുക എന്നല്ലേ, 3 + 3 6 ആയിരിക്കും. രണ്ട് ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. വലിയ വശത്തിന് 6 ആണ്, പക്ഷെ 6 6 തുല്യല്ലേ, അപ്പോൾ ഇതാവില്ല. കൂടുതലാവുക പറഞ്ഞാൽ കൂടുതലാവുക തന്നെ വേണം. അപ്പോൾ എല്ലാം ഇനി ബി നോക്കുക. 5, 8, 12 12 രണ്ട് ചെറിയ വശം ഏതാ? 5, 8, 8, 5 എത്ര? 13. 13 ഇല്ലേ, 13 മറ്റേ വശത്തിനേക്കാൾ വലുതാണല്ലേ, അപ്പോൾ ഏതാ ഉത്തരം? ഏതാ? ഇതാണ് ഉത്തരം. ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് നോക്കി നോക്കാം. ഉത്തരം ബി. രണ്ട് ചെറിയ വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. അതുപോലെ രണ്ട് സിമ്പിൾ ചോദ്യം കേട്ടോ. ഇനി നമുക്ക് വലിയ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം 3 നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ 3, 7 ഈ ഒരു ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, PSCയിൽ ചോദിക്കാറുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ 3, 7, 8 എന്നീ റേഷ്യോയിലാണെങ്കിൽ ചെറിയ ആംഗിൾ എത്ര? ഇതിപ്പോൾ എങ്ങനെ ചെയ്യാം? നമുക്കറിയാമല്ലോ, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ എല്ലാം കൂടി കൂട്ടി എന്ത് ചെയ്യണം? 180 ഡിഗ്രി വരണം അല്ലേ, 180 ഡിഗ്രി വരണം. അതായത് ഇത് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ 3 റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ 3 റേഷ്യോ കൂട്ടുക. അപ്പോൾ 3, 7, 8 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 18 കിട്ടും അല്ലേ, 18 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, റേഷ്യോയുടെ തുക എന്ന് എഴുതുക, 18 കിട്ടും. എന്നിട്ട് ചെറിയ ആംഗിളല്ലേ, ചെറിയ ആംഗിൾ എത്ര? 3 അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, 3/18 എന്നത്. അതായത് നമുക്ക് ഇങ്ങനെ റേഷ്യോ ഇങ്ങനെ തരും, അപ്പോൾ എല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് ചെയ്യും? 18 കിട്ടും. ഓക്കെ ആണോ? ആ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഏറ്റവും ചെറിയ ആളാരാ? 3 അല്ലേ, അതാണ് ചെറിയ വശത്തിൻ്റെ റേഷ്യോ. ചെറിയ വശം 3 ആണെങ്കിൽ വലിയ വശം 7 ആയിരിക്കും, അതിനെക്കാട്ടും വലുത് 8 ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 3/18 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആംഗിൾ അല്ലേ, അപ്പോൾ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ആണോ? 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 18 × 180 എത്ര വരും? 10 വരും. 3 × 10 30 വരും. ആൻസർ എത്ര വരിക? ആൻസർ 30. കണ്ടോ, നമുക്ക് നോക്കി നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുടെ തുക 180 ഡിഗ്രിയാണ്. അതിനെ 3, 7, 8 എന്ന റേഷ്യോയിൽ, അതായത് 3 + 7 + 8 എന്ന റേഷ്യോ = 18 അങ്ങനെ ഭാവിച്ചാൽ, അതായത് 180/18 ഭാവിച്ചാൽ എന്ത് ചെയ്യും? ഒരു ഭാഗം 10 ആണ് എന്ന് കിട്ടും. ചെറിയ ആംഗിൾ എന്താ? 3 ഭാഗം അല്ലേ, ഒരു ഭാഗം 10 ആണെങ്കിൽ 3 ഭാഗം എന്തായിരിക്കും? 30 ആയിരിക്കും. ചെറിയ ഭാഗം 10 ആണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 7 × 10 8 × 10 ആയിരിക്കും. 3 ആംഗിളും കൂടി കൂട്ടി എന്ത് ചെയ്യണം? 180 ഡിഗ്രി കിട്ടണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൈതഗോറസ് സിദ്ധാന്തം കേട്ടോ. പൈതഗോറസ് സിദ്ധാന്തമൊക്കെ സിമ്പിളാണ്. നമുക്ക് സർക്കിളിൻ്റെ ഒരു കേസ് എടുക്കാം. ഒരു സർക്കിളിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും അറ്റത്തേക്കുള്ള രേഖയുടെ അളവിനെ റേഡിയസ് എന്ന് വിളിക്കുന്നു. ഇനി സർക്കിളിൻ്റെ മധ്യബിന്ദുവിലൂടെ സർക്കിളിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്കുള്ള ഒരു വിളിക്കുന്നതാണ് വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ. ഇനി ചുറ്റളവ് നമ്മൾ പഠിച്ചു. സർക്കിളിൻ്റെ സർക്കംഫറൻസും മറ്റേ ഏരിയ നമ്മൾ പഠിച്ചു. ഏരിയ = πr² ആണ്. ചുറ്റളവ് എന്താ? 2 × πr ആണ്. r² ഇല്ല കേട്ടോ, 2 × πr ആണ്. ഇനി ചോദ്യം, 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ വിസ്തീർണ്ണ ചുറ്റളവ്. സിമ്പിൾ ചോദ്യം കേട്ടോ, നിങ്ങൾ കാണുക. വിസ്തീർണ്ണ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, πr² 2πr. ഇതിൽ എന്ത് ചെയ്യുക, വാല്യൂ എന്ത് ചെയ്യുക, 3.14 എന്നുള്ള ആ ഒരു വാല്യൂ കാണാതെ പഠിച്ചു വെക്കുക. 3.141 കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, ഒരു സർക്കിളിൻ്റെ വിസ്തീർണ്ണം 9π cm². ഡയാമീറ്റർ ചുറ്റളവ് എത്ര? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ചുറ്റളവിൻ്റെ ഒക്കെ അറിയുന്ന ഇക്വേഷൻസിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിസ്തീർണ്ണം 9π, വിസ്തീർണ്ണം എന്ന് പറഞ്ഞാൽ ഏരിയ = πr² അല്ലേ, πr² = 9π. ഈ പയ്യും വെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, r² = 9 കിട്ടും. അപ്പോൾ r എന്ത് കിട്ടും? 3 കിട്ടും. ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, റേഡിയസ് കിട്ടാൻ എന്ത് ചെയ്താൽ, വ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരത്തിൻ്റെ ഡബിൾ അല്ലേ, അപ്പോൾ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ ആണോ? ചുറ്റളവ് പറഞ്ഞാൽ 2πr. സിമ്പിളാണ്, ഇതെല്ലാം സിമ്പിൾ ചോദ്യം കേട്ടോ. ഇനി റെക്റ്റാങ്കിൾ നമുക്ക് പഠിച്ചു അല്ലേ. 4 കോണുകളും 90 ഡിഗ്രി എന്തായിരിക്കും? ആയിരിക്കും. എന്നാലേ ചതുരാകുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, പാരലോഗ്രാം അങ്ങനെ കണ്ണി കണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, ചിത്രം നോക്കി നോക്കാം. 4 കോണുകളുടെ ആകെ തുക 360 ഡിഗ്രി ആയിരിക്കും. ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കും കേട്ടോ. ചതുരത്തിൽ എന്തായിരിക്കും? 360. ട്രയാങ്കിൾ ആണെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഇനി റെക്റ്റാങ്കിളിൻ്റെ വിസ്തീർണ്ണം കാണാം, അതുപോലെ തന്നെ പെരിമീറ്റർ കാണാം, ഡയഗണൽ കാണാം. ഡയഗണൽ കാണാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം.